മനസ്സിലായില്ല. കൺമുന്നിൽ റിമി നിറഞ്ഞാടുന്ന സ്വപ്നനാടകം പകൽ പോലെ വ്യക്തമായിട്ടറിഞ്ഞിട്ടും അവൾക്ക് മുന്നിൽ നെഞ്ചിൽ കൈകെട്ടി നിന്നിട്ട് സീത പറയുമ്പോൾ അവളുടെ കണ്ണുകൾക്ക് വല്ലാത്ത തീക്ഷ്ണതയുണ്ടായിരുന്നു. നിന്നെ സുഹൃത്തായി ഹൃദയത്തിലേറ്റി സ്വന്തം വീട്ടിലൊരിടം നൽകിയവനെ നീ ചതിക്കുന്നു എന്നൊരു ധാർഷ്ട്യമുണ്ടായിരുന്നു സീതയുടെ നോട്ടത്തിൽ. ഹൃദയത്തിൽ മായം കലർത്തി സ്വാർത്ഥതയുടെ മുഖംമൂടി അണിഞ്ഞ ഒരു പ്രണയത്തെ നീ എന്തിനെ വളർത്തിയെടുത്തു എന്നൊരു ചോദ്യമുണ്ടായിരുന്നു അവളുടെ ഹൃദയത്തിൽ. കണ്ടോടാ, സീതാലക്ഷ്മി സ്ട്രോങ് ആണ്. റിമി അവളുടെ നിൽപ്പ് കണ്ടിട്ട് പരിഹാസത്തോടെ കാർത്തിയെ നോക്കി. അവരുടെ കണ്ണുകൾ അവളുടെ ദേഹത്ത് ഇഴഞ്ഞു നടക്കുന്ന പുഴുക്കളെപ്പോലെ സീതയെ അസ്വസ്ഥയാക്കി. പക്ഷേ അതെന്നോട് വേണ്ട, നിനക്കറിയില്ല എന്നെ. റിമിയുടെ മുഖം നിമിഷങ്ങൾ കൊണ്ട് മാറുന്നു. ചിരിയും പകയും അവിടെ മാറി മാറി നിറഞ്ഞാടുന്നു. നിനക്ക് മാത്രമല്ല, നിന്നെ അറിയാമെന്ന് വീമ്പ് പറയുന്ന ഒരുവിധപ്പെട്ടവർക്കൊന്നും അറിയില്ലായിരിക്കും നിന്റെ വൃത്തികെട്ട മനസ്സിൽ ഒളിപ്പിച്ച് പിടിച്ച് നീ മുഖത്ത് തേച്ച് പിടിപ്പിച്ച് നടക്കുന്ന കൊലച്ചിരിയെ. സീത പരിഹാസത്തോടെ റിമിയെ നോക്കി. ദേ, നിന്റെ വാലായി നീ കൊണ്ടു നടക്കുന്ന ഇവർക്ക് പോലും ഇപ്പോഴും അറിയില്ല നിന്റെ ശരിക്കുള്ള മുഖം, ഉദ്ദേശം. കാർത്തികിനെയും മനോജിനെയും ജിബിനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സീത പറഞ്ഞു. റിമിയുടെ മുഖം വിളറിപ്പോയി. നീയങ്ങ് വല്ലാതെ നെകളിക്കാതിരി പെണ്ണെ. കാർത്തിക് സീതയുടെ അരികിലേക്ക് വന്നു. അത് പറയാൻ നിനക്കെന്ത് അവകാശം? ഞാൻ നിന്റെ ചെലവിലല്ലല്ലോ കഴിയുന്നത്. ഓ, നിന്റെ ഈ പവർ കാണുമ്പോഴാ എനിക്ക് നിന്നെ അങ്ങ് കടിച്ചു തിന്നാൻ തോന്നുന്നത്. കാർത്തിക് ഒരു വഷളം ചിരിയോടെ താടിയൊഴിഞ്ഞു. ജിബിനും മനോജും ഉറക്കെ ചിരിച്ചുകൊണ്ട് അവൻ്റെ തമാശ ആസ്വദിക്കുമ്പോൾ റിമി പകയോടെ അവന് മുന്നിൽ മുഖം തിരിച്ചു നിൽക്കുന്ന സീതയെ നോക്കി. ആ, നീയൊന്ന് അടങ്ങ് കാർത്തി, എല്ലാത്തിനും നമ്മൾ അവസരമുണ്ടാക്കി തരുമല്ലോ. റിമി കാർത്തിയുടെ തോളിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ സീതാദേവി പതിവ്രത കളിച്ചിട്ട് എന്ത് കാര്യം? കിരൺ അവന് വേണ്ടതെല്ലാം ഊറ്റിയെടുത്ത് സ്ഥലം വിട്ടതല്ലേ? കാർത്തിക് വീണ്ടും സീതയെ കണ്ണുകൾ കൊണ്ട് തലോടി. അവൻ്റെ പേര് കാർത്തിക് എന്നല്ല, അത് കിരൺ വർമ്മയാണ്. സീത ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ എന്ത് കൊമ്പത്തെ വർമ്മയായാലും എനിക്കെന്താ? എന്താടി? റിമി സീതയെ പിടിച്ചു തള്ളി. അത് പ്രതീക്ഷിച്ചിരുന്നതുപോലെ സീത വീഴാതെ ബാലൻസ് ചെയ്ത് നിന്നു. അത് ചോദിക്കാൻ നീയാരാ? റിമിയുടെ നേരെ അവളുടെ നോട്ടം കൂർത്തു. അവൻ്റെ ഫ്രണ്ടാണ്. കാർത്തികിന് മുന്നിൽ നിന്ന് അങ്ങനെ പറയാനേ അവൾക്കാവുന്നുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ റിമി മരിയ കണ്ണേട്ടൻ്റെ ഭാര്യയൊന്നും അല്ലല്ലോ. സീതയുടെ ചോദ്യം റിമിയെ ഒന്നുകൂടി ദേഷ്യത്തിലാഴ്ത്തി. അവൻ എൻ്റെയാണെന്ന് പറയാൻ അവളുടെ നാവ് തിരിച്ചു. ഉള്ളം വിറച്ചു. ആഹാ, നിങ്ങൾ ഇപ്പോഴേ വഴക്ക് തുടങ്ങിയാലോ? ആദ്യം നമ്മൾക്ക് പറയാനുള്ളത് പറയണം, അതിനല്ലേ ഇപ്പോൾ വന്നത്? ഓരോ കോഴികളെ പോലെ ചിറഞ്ഞു നിൽക്കുന്ന റിമിയെയും സീതയെയും നോക്കി മനോജ് പറഞ്ഞു. പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് പോണം. സീത അപ്പോഴും ഭാവഭേദമില്ലാതെ പറഞ്ഞു. റിമി അവളുടെ കൂസലില്ലാത്ത ഭാവത്തിലേക്ക് തുറച്ചു നോക്കി. എന്ത് കണ്ടിട്ടായി അഹങ്കാരം നിനക്ക്? നീ എനിക്ക് പറ്റിയ ഒരു ഇരയേ അല്ല. ബാംഗ്ലൂർ സിറ്റിയിൽ പയറ്റി തെളിഞ്ഞ എനിക്കാണോ ഒരു പട്ടിക്കാട്ട് സീതാലക്ഷ്മി? ഉള്ളിലെ അമർഷം പുച്ഛമായി റിമി വാരി വിതറി. നീ നിന്റെ പരകായ പ്രവേശത്തിൻ്റെ മഹത്വം ദേ ഇവരോട് പറഞ്ഞു പുളകം കണ്ടു. തൽക്കാലം എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല, സമയവുമില്ല. സീത അവളെ മാറ്റിക്കൊണ്ട് പോവാൻ തിരിഞ്ഞു. അങ്ങനെയങ്ങ് പോയാലോ? സീതാലക്ഷ്മി മാത്രം മിടുക്കിയായ പോരല്ലോ. കാർത്തിക് സീതയുടെ മുന്നിലേക്ക് കയറി നിന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി നീ. റിമി നേരെ വന്നു. പറഞ്ഞോ? സീത അപ്പോഴും അവളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പതറാതെ നിന്നു. ഒരിക്കൽ കാർത്തി നിന്നോട് ആവശ്യപ്പെട്ടത് തന്നെ. അന്നത് നീ അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. അതിനുള്ള സമ്മാനം നിന്റെ അനിയന് കൊടുത്തിരുന്നു ഞങ്ങൾ, മറന്നിട്ടില്ലല്ലോ. റിമി ചിരിയോടെ അവളെ നോക്കി. സീതയുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. ഇന്ന് ഒരിക്കൽ കൂടി നിനക്ക് മുന്നിലേക്ക് അതേ ആവശ്യം ഞങ്ങൾ നീട്ടിവെക്കുന്നു. നിനക്കത് സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. റിമി സീതയ്ക്ക് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. സ്വീകരിച്ചാൽ യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി, നിനക്ക് നിന്റെ വഴി. പക്ഷേ ഞങ്ങളുടെ ആവശ്യം ഉപേക്ഷിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ? റിമി അവളെ തുറച്ചു നോക്കി. നീ ഒരുപാട് ഓർമ്മപ്പെടുത്തലുണ്ടാവില്ല, നശിപ്പിച്ചു കളയും നിന്റെ പ്രിയപ്പെട്ടതെല്ലാം. യാതൊരു തെളിവുമില്ലാതെ ഓരോന്നായി കൺമുന്നിൽ നഷ്ടപ്പെടുന്നത് നോക്കി നിൽക്കേണ്ടി വരും നീ. റിമിയുടെ മുഖത്തൊരു ക്രൂരത നിറഞ്ഞ ചിരി നിറഞ്ഞു നിന്നിരുന്നു. സീതയുടെ നെഞ്ചിടിപ്പേറി. എന്നിട്ടും അവർക്ക് മുന്നിൽ അവൾ പതറിയില്ല. ഇപ്പോഴും നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞില്ല. ഹൃദയമാണ് വിറയ്ക്കുന്നത്. കാരണം ഉപേക്ഷിക്കാൻ ഇവരെന്താകും ആവശ്യപ്പെടുന്നതെന്ന് കേൾക്കുന്നതിന് മുന്നേ തന്നെ നന്നായി അറിയാമത്. ഈ കിരണിൻ്റെ വഴിയിൽ നിന്നും മാറി തരണം, അവനെ ഞങ്ങൾക്ക് വിട്ടുതരണം. കാർത്തി അവളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു.
സീതയുടെ ഉള്ളിലെ മുറിവുകൾ ഒന്നിച്ചു വിങ്ങി. രക്തം കിനിഞ്ഞു. കൺമുന്നിൽ കള്ളച്ചിരിയോടെ ഒരുവൾ ഉത്തരമറിയാനായി കാത്തിരിക്കുന്നു. കിരൺവർമ്മയെ ഞാൻ എവിടെയും കെട്ടിയിട്ടിട്ടില്ല, സീത ശാന്തമായി പറഞ്ഞു. അല്ലെങ്കിലും നിനക്കവനെ കെട്ടിയിടാൻ കഴിയുമെന്ന് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. നിന്നേക്കാൾ മുന്തിയ ഇനം സുന്ദരികൾ മുന്നിൽ വന്ന് നിന്നിട്ട് നേരിട്ട് പ്രപ്പോസൽ നടത്തിയിട്ട് കൂടി പിടികൊടുക്കാത്ത അവനാണ് നിന്നെ സ്നേഹിക്കുന്നതെന്ന് നീ തെറ്റിദ്ധരിച്ച് വെച്ചേക്കുന്നത്. റിമി അത് പറഞ്ഞിട്ട് ഉറക്കെ ചിരിച്ചു. അതുതന്നെയാണ് എൻ്റെ കണ്ണേട്ടൻ്റെ ഭംഗിയെന്ന് സീത സ്വയം പറഞ്ഞു. സൂക്ഷിക്കണം ലച്ചു, ഞാനില്ലാത്തതാണ്. ഹൃദയത്തിലൊരു ഓർമ്മപ്പെടുത്തൽ വന്ന് നിറഞ്ഞു. ശരിയാണ്, മാളത്തിൽ ഒളിച്ചിരുന്ന വിഷപ്പാമ്പുകൾ ഒരവസരം കിട്ടിയതുപോലെ തനിക്ക് നേരെ വിഷപ്പല്ലുകളുമായി ഓടിയെത്തിയിരിക്കുന്നു. അവൾക്ക് കണ്ണനെ കാണാനുള്ള മോഹം അതിശക്തമായി. ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ട്, വല്ലപ്പോഴും മാത്രം സംഭവിച്ചു പോകുന്നവ. അത്രയും പ്രിയപ്പെട്ടൊരാളെ അത്രമേൽ കൊതിച്ചു പോകുന്ന നിമിഷം. നടത്ത് വന്നിരുന്നു കൊണ്ട് ചേർത്ത് പിടിച്ചാൽ മാത്രം മതിയാകും ഉള്ളിലുള്ള 1000 സങ്കടങ്ങൾ ആവിയായി പോകാൻ. നെറുകയിലൊന്ന് ഉമ്മ വെച്ചാൽ മതിയാകും ഉള്ളിലെ ആളിപ്പടരുന്ന തീ ശമിക്കുവാൻ. നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഞാനില്ലേ എന്നൊരൊറ്റ ചോദ്യം മതിയാകും നിർവൃതിയോടെ മറ്റെല്ലാ വേദനകളും മറന്ന് സ്വസ്ഥമായിരിക്കാൻ. റിമിയുടെ വിളിയിലാണ് അവൾ ഞെട്ടിയത്. പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? വീണ്ടും റിമിയുടെ കടുത്ത ചോദ്യം. ഇല്ല. സീത ഒട്ടും പതരാതെ അവളുടെ കണ്ണിലേക്ക് നോക്കി. നീയെന്താ ആളെ കളിയാക്കുന്നോടി? അവൾക്ക് നേരെ കുതിച്ചു ചാടാൻ ഒരുങ്ങിയ റിമിയെ കാർത്തിക് അടക്കി പിടിച്ചു. കിട്ടിയ അവസരം പോലെ അവൻ അവളെ ദേഹത്ത് വെച്ചമർത്തി. താൻ ആദ്യം ഇച്ചിരി ക്ഷമയോടെ നിൽക്ക്. ഞങ്ങളോട് എടുത്തു ചാടരുത് എന്നൊക്കെ വലിയ വീരവാദം പറഞ്ഞതുകൊണ്ടായില്ലല്ലോ. റിമി കാർത്തികിനെ തുറച്ചു നോക്കി. ദേഷ്യം കൊണ്ട് അവളുടെ ശ്വാസം മുരളിച്ച പോലെയാണ്. നിനക്ക് കിട്ടിയതൊന്നും പോരാ അല്ലേടി? ജിബിൻ അവൾക്ക് മുന്നിൽ വന്ന് നിന്നിട്ട് പല്ല് കടിച്ചു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്നതുപോലെ നീയൊക്കെ എൻ്റെ അനിയന് മേൽ കുതിര കയറിയത് ഞാൻ മനഃപൂർവ്വം മറന്നു കളഞ്ഞതൊന്നുമല്ല. ഇവിടെ വന്നിട്ട് ഏറ്റുപറച്ചിൽ നടത്തുന്നതിന് മുൻപ് തന്നെ എനിക്കറിയാം നീയൊക്കെ തന്നെയാണ് അതിന് പിന്നിലെന്ന്. സീത അവരെ പുച്ഛത്തോടെ നോക്കി. കിരൺവർമ്മയെ മോഹിക്കാൻ നിനക്ക് എന്ത് യോഗ്യത? അതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ ധീരവനിതയ്ക്ക്? റിമി കാർത്തിയുടെ പിടിയിൽ നിന്നും കുതറിമാറിക്കൊണ്ട് ചോദിച്ചു. അയാൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നതാ എനിക്കുള്ള യോഗ്യത. വീറോടെ അവരോട് പറയുമ്പോൾ നിർവൃതിയുടെ ചിരിയോടെ അരികിൽ വന്നിട്ടൊരുവൻ ചേർത്ത് പിടിക്കുന്നുണ്ടെന്ന് തോന്നി സീതയ്ക്ക്. റിമിയുടെ കണ്ണിലേക്ക് വീണ്ടും ദേഷ്യം ഇരച്ചു കയറി. ഞാൻ കണ്ണേട്ടനെയും കണ്ണേട്ടൻ എന്നെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളോട് ചോദിച്ചിട്ടല്ല ഞങ്ങളാ ഇഷ്ടം ഹൃദയത്തിലേറ്റിയത്. അത് മറന്നു കളയണമെന്നും തമ്മിൽ വേർപിരിഞ്ഞു പോകണമെന്നും പറയാൻ നിങ്ങൾക്കാർക്കും യാതൊരു യോഗ്യതയുമില്ല. ഒട്ടും പതറാതെ അവൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുമ്പോഴും ഉള്ളിൽ ഭയം തിക്കിമുട്ടുന്നുണ്ട്. എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണെന്ന് ഹൃദയം ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട്. കണ്ണേട്ടൻ എന്നെ വേണ്ടെന്ന് പറയുന്നത് വരെയും ഞാൻ സ്നേഹിക്കും, കാത്തിരിക്കും, സീത ഉറപ്പോടെ പറഞ്ഞു. ഉറപ്പാണോ? കണ്ണനെ മറക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെ നീ ഉറച്ചു നിൽക്കുന്നുണ്ടോ? റിമി അവൾക്കരികിലേക്ക് നീന്തി നിന്നിട്ട് ഒന്നുകൂടി ചോദിച്ചു. ഒരു കാര്യം ഒരൊറ്റ പ്രാവശ്യം പറയാനാണ് എനിക്കിഷ്ടം. സീത അവളുടെ കണ്ണിലേക്ക് നോക്കി. ഇതിന് ഇപ്പോൾ എനിക്ക് മുന്നിൽ നിവർന്നു നിന്ന് ഈ പറഞ്ഞതിന് നീ അനുഭവിക്കും. റിമി വിരൽ ഞൊടിച്ചുകൊണ്ടവളെ നോക്കി ചിരിച്ചു. സീത അതിനൊന്നും ഉത്തരം പറഞ്ഞില്ല. നീ എനിക്ക് മുന്നിൽ വരും. ഞാൻ പറയുന്നതെന്തും അനുസരിക്കാമെന്ന് എനിക്ക് വാക്ക് തരും. ഏറിയ ഒരാഴ്ച. അതിനു മുന്നേ നീ ഈ പറഞ്ഞ ആ ആത്മാർത്ഥത പ്രണയമുണ്ടല്ലോ, അത് ഞാൻ പൊളിച്ചടക്കി കയ്യിൽ തന്നിരിക്കും. റിമിയ പറയുന്നത്. കരുതിയിരുന്നോ നീ? നിന്നെ അവൻ വെറുക്കും. പുഴുത്ത പട്ടിയെപ്പോലെ അറപ്പോടെ നോക്കും. കിതച്ചുകൊണ്ട് റിമി പറയുന്നതൊക്കെയും ഹൃദയത്തെ പിടിച്ചു കുലുക്കിയിട്ടും സീത ചിരിമായാതെ നിന്നു. ഇവർക്ക് പിന്നിൽ നീ കൂടെയുണ്ടെന്ന് കണ്ണേട്ടൻ അറിഞ്ഞാലോ? അതിനെക്കുറിച്ച് എന്താ റിമി മറിയയുടെ അഭിപ്രായം? റിമിക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൽ സീത ചോദിച്ചു. ഒരു നിമിഷം റിമി നിശ്ചലയായി. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പേടിക്കുന്നില്ല. അവൻ എൻ്റെയാണ്. അവളും പല്ല് കടിച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ നീ ഇനി കരുതിയിരുന്നു. റിമി ഇനി കളത്തിലിറങ്ങി കളിക്കാൻ തുടങ്ങുകയാണ്. അവനു വേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും. റിമി വീണ്ടും വിരൽ ചൂണ്ടി പറഞ്ഞു. സീതയെ അത് പുച്ഛിച്ചു തള്ളി. അപ്പോൾ പറയാനുള്ളത് തീർന്നില്ലേ? ഇനി എനിക്ക് പോകാമല്ലോ അല്ലേ? സീത അവരെയെല്ലാം ഒന്നുകൂടി നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു. മുറിയിലെത്തുമ്പോൾ സീത കിതച്ചു പോയിരുന്നു. ഹൃദയം അതിശക്തമായി മിടിച്ചു. കണ്ണനോട് പറഞ്ഞേ പറ്റൂ. ഇനിയും അവരോട് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അവൾക്കുള്ള വിറച്ചു. എന്താ മോളെ, മുഖമൊക്കെ വല്ലാണ്ട് പേടിച്ചതുപോലെ? മുത്തശ്ശിയുടെ സ്വരമാണ് ചിന്തയിൽ നിന്നും ഉണർത്തിയത്. ഒന്നുമില്ല.
നേർത്തൊരു ചിരിയോടെ പറഞ്ഞു. എന്നിട്ട് അവരെ കൈപിടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ചു. ഒറ്റ ദിവസം കൊണ്ട് ഒരുപാട് അവശയായതുപോലെ മുത്തശ്ശി കിതച്ചു. അവർക്കുള്ള പരിചരണത്തിലേക്ക് നീങ്ങിയപ്പോഴും മനസ്സിൽ റിമിയുടെ വാക്കുകൾ കല്ലിച്ചു കിടന്നു. ചായ എടുക്കാൻ അടുക്കളയിലേക്ക് നടക്കുന്നവൾക്ക് നേരെ ഹരി ധൃതിയിൽ നടന്നു വരുന്നത് കണ്ടു. ഒട്ടും പ്രതീക്ഷിക്കാതെ അവനെ അവിടെ കണ്ടപ്പോൾ അവളുടെ ഉള്ളു പിടച്ചു. എന്തിനാവോ, അതും ഈ നേരത്ത്? ഹരി! മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവാൻ നിന്നവൻ സീത വിളിക്കുന്നത് കേട്ട് തിരിഞ്ഞു നോക്കി. എന്താടാ, നീ ഇപ്പോഴെന്താ ഇവിടെ? അവൾ അവനരികിലേക്ക് വന്നു നിന്നിട്ട് ചോദിച്ചു. അതൊക്കെ പറയാം, നീ ആദ്യം വന്നേ. അവൻ അവളുടെ കൈപിടിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് ധൃതിയിൽ നടന്നു. ടെൻഷൻ നിറഞ്ഞ അവൻ്റെ മുഖത്തേക്ക് സീത വീണ്ടും വീണ്ടും നോക്കി. നീ കാര്യം പറ ഹരി. അവൾ വീണ്ടും ആവശ്യപ്പെട്ടിട്ടും അവനൊന്നും മിണ്ടിയില്ല. അവൻ കൈപിടിച്ചുകൊണ്ട് പോകുന്നത് നോക്കി സാവിത്രി മുഖം കടുപ്പിക്കുന്നത് സീത കണ്ടിരുന്നു. അകാരണമായൊരു ഭയം അവളെ ഭരിക്കാൻ തുടങ്ങിയിരുന്നു. അത്ര സമയം കൊണ്ട് തന്നെ ഹരിയുടെ മുഖത്തേക്ക് കൂടെ കൂടെ നോക്കുന്നുണ്ട്. മുത്തശ്ശിയുടെ മുറിയുടെ വാതിലെത്തിയതും ഹരി നിന്നു. പോയി നിന്റെ ബാഗ് എടുത്തിട്ട് വാ, നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. ഇനി ഇവിടെ ആരോടെങ്കിലും പറയേണ്ടതുണ്ടോ? ഹരി അവളെ നോക്കി ചോദിച്ചു. എന്താ ഹരി, എന്തിനാ ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നത്? ആദ്യം നീ കാര്യം പറ, സീത വിറയലോടെ ആവശ്യപ്പെട്ടു. അതേ നിമിഷം അവൻ്റെ ഫോൺ ബെല്ലടിച്ചു. കണ്ണനാണ്. സംസാരിക്കേ. അവൾക്ക് നേരെ ഫോൺ നീട്ടിയിട്ട് ഹരി മുത്തശ്ശിയുടെ അരികിലേക്ക് കയറിപ്പോയി. വിറയ്ക്കുന്ന കൈയോടെ സീത കോൾ ബട്ടൺ പ്രസ് ചെയ്തു. ലച്ചു. കാതിൽ കുളിർത്തന്നൽ പോലെ അവൻ്റെ സ്വരം. സീതയുടെ നെഞ്ച് വിങ്ങി. റിമിയും അവളുടെ വാക്കുകളും അവൾക്കുള്ളിലിരുന്ന് വീർപ്പ് മുട്ടി. ടെൻഷനാവല്ലേ? കണ്ണേട്ടൻ നിന്റെ കൂടെ തന്നെയുണ്ട്. ഒട്ടും പറ്റുന്നില്ലെന്ന് തോന്നിയ ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടായാലും നിനക്കരികിലേക്ക് ഞാൻ ഓടിയെത്തും. കണ്ണൻ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നത് പോലെ തോന്നി സീതയ്ക്ക്. എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഹരിയുടെ കൂടെ പോ. അവൻ നിന്നെ കൊണ്ടുപോകാൻ വന്നതാ. വേണ്ടാത്തതൊന്നും ഓർത്തിട്ട് ടെൻഷനാവരുത്. ഒരു വിളിക്കപ്പുറം നിന്റെ ഹൃദയത്തോട് ചേർന്ന് കണ്ണനുണ്ട്. നിന്റെ ഹരിയുണ്ട്. നീ ഒറ്റയ്ക്കാണെന്ന് തോന്നുകയേ വേണ്ട. എൻ്റെ സീതാലക്ഷ്മി സ്ട്രോങ് ആണെന്നുള്ള ഒറ്റ ധൈര്യത്തിലാണ് നിന്റെ കണ്ണേട്ടനെ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അത് ഓർമ്മ വേണം. കണ്ണൻ വീണ്ടും വീണ്ടും അവളെ ശ്വാസം മുട്ടിച്ചു. ഫോൺ ഹരിക്ക് കൊടുക്കലച്ചു. അവൻ ആവശ്യപ്പെട്ടു. താനൊന്നും പറഞ്ഞില്ലല്ലോ എന്നവൾ ഓർത്തു. ഒരക്ഷരം പോലും മിണ്ടാനാവാതെ ലോക്കിട്ടതുപോലെ നാവ്. പക്ഷേ ഹൃദയം 1000 കാര്യങ്ങൾ അവനെ അറിയിക്കാൻ മുറവിളി കൂട്ടുന്നു. അവൾക്ക് വീണ്ടും തളർച്ച തോന്നി. മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഹരിയുടെ തോളിൽ ചാരിക്കിടക്കുന്ന മുത്തശ്ശി. അതേ വിറയോടെ തന്നെ ഫോൺ ഹരിക്ക് നീട്ടി. കട്ട് ചെയ്തോ? അവളൊന്നും പറയാതെ ഹരിയെ തുറിച്ചു നോക്കി. അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് ഫോൺ കാതോട് ചേർത്ത് വെച്ചിട്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. മോള് പോവാൻ റെഡിയായിക്കോ, മുത്തശ്ശി അലിവോടെ പറഞ്ഞു. സീതയുടെ ഹൃദയത്തിലൊരു അപായമണി മുഴങ്ങിത്തുടങ്ങിയിരുന്നു. മരവിച്ചതുപോലെ അവൾ പോയി ബാഗ് എടുത്തു. മേശയുടെ പുറത്തുണ്ടായിരുന്ന ഫോൺ എടുത്തിട്ട് ബാഗിലേക്ക് വെച്ചു. വീണ്ടും മുത്തശ്ശിയെ നോക്കി. ഇവിടെ വാ. അവളുടെ നോട്ടം കണ്ടിട്ട് അവർ കൈമാടി വിളിച്ചു. സീത സ്വപ്നത്തിൽ എന്നതുപോലെ അവരുടെ അരികിൽ പോയി ഇരുന്നു. ഒന്നുമില്ല, പേടിക്കണ്ടാട്ടോ. അലിയോടെ അവളുടെ തലയിൽ തലോടി. സീത വാതിലിന് നേരെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. പോവാം. ഹരി വന്നിട്ട് വീണ്ടും അവളെ നോക്കി. ഒരക്ഷരം മിണ്ടാതെ സീത എഴുന്നേറ്റ് പോയി ബാഗ് എടുത്ത് തോളിൽ തൂക്കി. പോയിട്ട് വാ മോനെ, മുത്തശ്ശി ഹരിയെ നോക്കി പറഞ്ഞു. പെട്ടെന്നാണ് പ്രതാപ് വർമ്മയും വാലുപോലെ ഒരു ഇരയെ കിട്ടിയ സംതൃപ്തി നിറഞ്ഞ മുഖത്തോടെ സാവിത്രിയും ഭാമയും അങ്ങോട്ട് കയറി വന്നത്. നീ എവിടെ പോകുന്നു? ചുറ്റുമൊന്ന് കണ്ണോടിച്ചുകൊണ്ട് അയാളുടെ നോട്ടം ബാഗുമായി നിൽക്കുന്ന സീതയുടെ നേരെ തറച്ചു. അവൾക്ക് വീട്ടിൽ പോവേണ്ട ഒരു അത്യാവശ്യം. ഹരി അവളെ കൊണ്ടുപോകാൻ വന്നതാ. മുത്തശ്ശിയാണ് ഉത്തരം കൊടുത്തത്. അങ്ങനെ തോന്നുമ്പോൾ കയറി വരാനും പോവാനും ഇത് സത്രമൊന്നുമല്ലല്ലോ എന്നല്ലേ? ഹരി അയാൾക്ക് മുന്നിലേക്ക് കയറി നിന്നു. ഇനി ഇത് എന്തു തന്നെയായാലും ഇപ്പോൾ ഈ നിമിഷം സീതയെ ഞാൻ കൊണ്ടുപോകും. അവൾ വരികയും ചെയ്യും. അവൻ്റെ സ്വരം കടുത്തു. അതല്ലെങ്കിലും അവൾ ആര് വിളിച്ചാലും കൂടെ പോകുമല്ലോ. പ്രതാപിൻ്റെ പിറകിൽ നിന്നും സാവിത്രി പുച്ഛത്തോടെ സീതയെ നോക്കി. ഇതൊന്നും തന്നെ ബാധിക്കുന്ന പോലല്ല അവളുടെ നിൽപ്പ്. ആർക്ക് വേണം നിന്റെ സർട്ടിഫിക്കറ്റ്? ആദ്യം സ്വയം നന്നായി കാണിക്ക് സാവിത്രി, എന്നിട്ട് മതി സീതയുടെ നേരെ. മുത്തശ്ശി അവശതയിലും സീതയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞു. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇമ്മാതിരി തോന്നിവാസം ഇവിടെ നടക്കില്ല. ഭാമ അവർക്ക് നേരെ ചാടി. എന്നെ അടക്കി നിർത്താൻ മാത്രം തൽക്കാലം നീ ആയിട്ടില്ല ഭാമേ. ഈ വീടിപ്പോഴും എൻ്റെ പേരിലാണ്, അത് മറന്നു പോവണ്ട, മുത്തശ്ശി അല്പം ഉറക്കെ പറഞ്ഞു. ഹരി. അവൾ വിളിച്ചത് കേട്ടപ്പോൾ ഹരി തിരിഞ്ഞു നോക്കി. നീ അവളെയും വിളിച്ചു കൊണ്ടുപോ, സമയം കളയാതെ. ഇവിടെ ആരും ഒന്നും പറയില്ല. ആജ്ഞ പോലെ അവരത് പറയുമ്പോൾ ഹരി ഒന്നുകൂടി അവരെ തുറച്ചു നോക്കിയിട്ട് സീതയുടെ കയ്യിൽ പിടിച്ചു. വാ.
അവൻ പിടിച്ചതുകൊണ്ട് മാത്രം അവൾ കൂടെ ചെന്നു. വാതിൽ കടന്നിറങ്ങി പോകുമ്പോൾ അവരെയൊന്ന് നോക്കിയത് കൂടിയില്ല. വിറയ്ക്കുന്ന കൈയും കാലും, തളരുന്നു മെയ്യും മനസ്സും. അവൾ ഒരു ആശ്രയം പോലെ ഹരിയുടെ തോളിൽ ചാഞ്ഞു കിടന്നു. അവൻ ഇടയ്ക്കിടെ അവൾ ചുറ്റിപ്പിടിച്ച കയ്യിൽ തലോടി. വണ്ടി ഓടിക്കുന്നതിനിടയിലും ഹരിക്ക് ഫോൺ വന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ വീടിൻ്റെ അടുത്ത് എത്തുന്നതിനു മുന്നേ അവിടെ തിങ്ങിക്കൂടിയ ആളുകൾക്കിടയിൽ കൂടി ഹരി അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. രാവിലെ ചിരിയോടെ തന്നെ യാത്രയാക്കിയ അച്ഛൻ്റെ മുഖം സീതയുടെ ഉള്ളിൽ അപ്പോഴും ജ്വലിക്കുന്നുണ്ടായിരുന്നു.